സമ്പദ് സമൃദ്ധിയുടെ ഗതകാല സ്മരണകൾ ചേർത്തുവെച്ച് മലയാളികൾ തിരുവോണ ആഘോഷത്തിലേക്കാണ്. കേരളീയർക്ക് ഓണം എന്നും ഗൃഹാതുരതയുടെ ഓർമ്മകളാണ്. പൂക്കളവും ഓണക്കോടിയും സദ്യയും കളികളുമായി ആ നല്ല നാളുകൾ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് ഏവരും. ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുക ഓണപ്പൂക്കളം തന്നെയാണ്. അത് നാടനായാലും മറുനാടനായാലും ഓണപ്പൂക്കളം നിറയാതെ മലയാളികളുടെ മനസ്സ് നിറയില്ല. നമ്മളുടെ പണ്ടത്തെ കാലവും ഇന്നത്തെ ഓണക്കാലവും നോക്കുകയാണെങ്കിൽ ഇന്നെല്ലാം ആർട്ടിഫിഷ്യലാണ്. നമ്മളെല്ലാം കടകളിൽ നിന്ന് വാങ്ങിക്കുന്നു, അതൊരു പേരിനെ ഇടുന്നു. പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു. നമ്മളെല്ലാവരും ആസ്വദിച്ചിട്ടായിരുന്നു പൂക്കളം ഇട്ടുകൊണ്ടിരുന്നത്. പാലടപ്പായസം പപ്പടവും കൂട്ടി ഒരു പിടി പിടിച്ചാലേ ഓണസദ്യ പേശാകൂ. പണ്ട് എന്ന് പറയുന്ന സമയത്ത് ആദ്യം തന്നെ തൃക്കാക്കരയപ്പനെ രാവിലെ വെച്ച് അണിഞ്ഞു പൂജിച്ച് പൂവടയും പഴനൂർക്കൊക്കെ ഉണ്ടാക്കി പപ്പടവും ഒക്കെ ഉണ്ടാക്കി പൂജിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് രാവിലത്തെ കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒന്നിച്ച് സദ്യ ഉണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് പിന്നെ എന്തെങ്കിലും ചിരിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും വൈകുന്നേരം വരെ. അതന്നെ ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പം നമുക്കൊരു കളികളൊക്കെ കളിക്കാറുണ്ട്. നമുക്ക് പൂക്കളാണ് ആദ്യം ഓർമ്മ വരുന്നത്. അതോടൊപ്പം സദ്യ കഴിക്കാറുണ്ട്. അടിപൊളി സദ്യയൊക്കെ അല്ലായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമുക്കൊരു തിരുവാതിരക്കളിയൊക്കെ വരാറുണ്ട്. നമ്മൾ വീട്ടിലെല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് നമ്മളെന്താ ചേച്ചി ചെയ്യാറുള്ളത്? നമ്മൾ തിരുവാതിരയൊക്കെ കളിച്ച് അടിപൊളിയാക്കാറില്ലേ? അപ്പം നമുക്കൊരു തിരുവാതിരയൊക്കെ കളിച്ചാലോ? ഓണപ്പൂക്കളവും ഓണസദ്യയും ഒക്കെയായി ഇനി നമുക്കൊരു തിരുവാതിരക്കളി ആയാലോ? എല്ലാവർക്കും ഇതുപോലെ തന്നെ ആയിരിക്കും ഓണം. ഭയങ്കര ആഘോഷമായിട്ട് നമുക്ക് എല്ലാ കാലത്തും ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഗൃഹാതുരത്വം ഓർക്കുന്ന ഒരു ഓർമ്മ തന്നെയായിരിക്കും. അങ്ങനെ ഇത്തവണത്തെ ഓണം നമ്മൾ പൊളിക്കും. അമൃത ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.